ഹലോ, ഇന്നിപ്പോൾ അതേ മോനെയൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇപ്പോൾ ഒരു 11:30 ആയിരിക്കണം. ഞങ്ങൾ തറവാട്ടിലൊക്കെ പോയി വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ബാക്കി പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കൊണ്ടുപോയിട്ട് മേലെ ഉണക്കാടുകയാണ്. അപ്പോൾ താഴെയും പിന്നെ സ്റ്റേഴ്സിൻ്റെ മേലെയൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും ഉണങ്ങിയിട്ടില്ല. ഈ മഴ ഇങ്ങനെ നിൽക്കണ കാരണം ഡ്രസ്സൊന്നും ഉണങ്ങുന്നേ ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് വാഷ് ചെയ്തത് മേലെ കൊണ്ടുപോയിടാന്ന് വിചാരിച്ചു. മോളും ഞാനും കൂടിയിട്ടാണ് കേട്ടോ കൊണ്ടുപോയിടുന്നത്. അവൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിലും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് അവൾക്ക് മേലേക്ക് കയറി പോകാൻ നല്ല ഇഷ്ടമാണ്. അവൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗേറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴെങ്കിലും മേലേക്ക് കയറുള്ളൂ. അപ്പോൾ അവൾ ആദ്യം കയറിക്കോളും. മുന്നിൽ അവളുണ്ടാവും. അതേ അവൾ കയറി വരുമ്പോൾ അവൾ നോക്കുകയാണ് ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ടോയെന്നൊക്കെ. നമ്മൾ കാണിക്കുന്നത് നോക്കിയിട്ടല്ലേ കുട്ടികളും ചെയ്യണത്. അപ്പോൾ അതേപോലെ അവൾ ചെയ്യട്ടോ. പിന്നെ മേലത്തെ ഒരു റൂമിലാണ് ഇങ്ങനെ ടോയ്സൊക്കെ ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ട്. താഴെ ഒരുപാട് ടോയ്സ് ഉണ്ട്. അത് കൂടാതെ തന്നെ മേലെ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഡോറ് തുറക്കുമ്പോഴേക്കും ഉണ്ണി വന്നിട്ട് വേഗം കാറിൽ വന്നിരിക്കുക കേട്ടോ. അവൾക്ക് ഇവിടെ വന്നിട്ട് ഈ കാറിൽ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം കാറിൽ ഇരുന്നിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ ഹെൽമെറ്റ് വെക്കണം, പിന്നെ ആ പാവക്കുട്ടീനെ അതിലിരുത്തണം. അപ്പം എന്നോട് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ഷനൊക്കെ കാണിക്കണത്. പിന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയില്ല. ഞാൻ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ ഉണ്ണീനെയും കൊണ്ടുവന്നിട്ടോ. എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ഇരുത്താൻ പേടിയാണ്. എങ്ങാനും താഴേക്ക് ഇറങ്ങിപ്പോയാലോ. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഒപ്പം കൊണ്ടുവന്നു. പിന്നെ അതാ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിലും അവളിങ്ങനെ അവളുടെ രീതിക്ക് അവളും കളിക്കുന്നുണ്ടാവും. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ പാടാട്ടോ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ എനിക്ക് ഇഷ്ടാട്ടോ. പക്ഷെ ഞാൻ വന്നിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാറൊന്നുമില്ല. എനിക്കിങ്ങനെ ആരെങ്കിലും കൂടെ വേണം. അതാ പിന്നെ ഉണ്ണീനെ ഇട്ട് വന്നാൽ അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോഴേക്കും അതാ അവിടെ കസാരയൊക്കെ ഇങ്ങനെ കൊടുന്നിട്ടിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ മേലെ പിടിച്ച് കയറി ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ പോയി പിടിച്ചു. പിന്നെ ആ തൊപ്പി തലയിൽ നിന്ന് താഴേക്ക് വീഴാൻ പാടില്ല കേട്ടോ. അപ്പോഴേക്കും അത് എടുത്തിട്ട് തലയിൽ വെക്കണം. അത് വെച്ചാൽ കണ്ണൊന്നും കാണണമെന്നില്ല, എന്നാലും അത് വെച്ചിട്ടേ നടക്കുള്ളൂ. പിന്നെ അതാ ഞാൻ മടക്കി ഡ്രസ്സൊക്കെ എടുത്ത് ബക്കറ്റിൽ വെച്ചിട്ട് താഴേക്ക് വരികയാണ്. അപ്പോൾ താഴെ വന്നാൽ ഇതുവരെ അവൾ ഇറങ്ങിക്കോളും. പിന്നെ ഇവിടെ നിന്ന് കണ്ട് ഇറങ്ങില്ല. ഇവിടെ നിന്ന് കണ്ട് പിന്നെ ഞാൻ പിടിച്ച് ഇറക്കണം. ഇവിടെ വന്നാൽ ആ ഗേറ്റൊക്കെ അടച്ചിട്ട് അവിടെ നിൽക്കുള്ളൂ. അവൾക്ക് ഇങ്ങോട്ട് താഴേക്ക് വരാനേ താല്പര്യമില്ല. അവസാനം പിന്നെ ഞാൻ പിടിച്ചിറക്കുക കേട്ടോ ചെയ്തത്. പിന്നെ അതാ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നപ്പോൾ ഇതാ ഈ കബോർഡിൻ്റെ ഡോറൊക്കെ തുറന്ന് കളിക്കുകയാണ്. ഉണ്ണി തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സേഫ്റ്റി ലോക്കൊക്കെ ഇട്ടിട്ടുള്ളത്. പക്ഷെ അതൊക്കെ അവൾ തുറക്കാൻ പഠിച്ചു. കഞ്ഞി കൊടുക്കാൻ നോക്കിയപ്പോൾ കഞ്ഞി കുടിക്കണമൊന്നുമില്ല. പിന്നെ ഞാൻ ഒരുവിധം ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടൊക്കെ കഞ്ഞി കൊടുക്കാൻ നോക്കുക കേട്ടോ. എന്ത് കാണിച്ചു കൊടുത്തിട്ടും കുടിക്കാനൊന്നും കൂട്ടാക്കണില്ല. ഇന്നിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ പിന്നെ എങ്ങനെയൊക്കെ കൊടുത്തു. ഹലോ, ഇന്നിപ്പോൾ അതേ മോനെയൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ വീഡിയോ